സോ വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമിയുടെ ഒരു ബഡ്ജറ്റ് ഒരു എൻട്രി ലെവൽ 10,000 രൂപയുടെ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റിയൽമിയുടെ C63 5G. അപ്പം ഇതിനൊരു പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള പ്രൈസ് 10,999 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഓഫർ പ്രൈസിൽ 9,999 കിട്ടുന്നതായിരിക്കും. മിഡിൽ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 6GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് 11,999 ആണ്. അതുപോലെ തന്നെ 8GB 128GB വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഒരു 1,000 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 12,999 ഇതിൻ്റെ 8GB വേരിയൻ്റ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പം ഒരു 1,000 രൂപ ഡിഫറൻസിലാണ് ഈ ഒരു ഓരോരോ വേരിയൻറ്റിൻ്റെ വ്യത്യാസം വരുന്നത്. റാം വേരിയൻ്റ് വ്യത്യാസം വരുന്നുണ്ട്. സോ 8GB വേണ്ട, ഒരു 6GB വേരിയൻ്റ് എടുത്താൽ മതി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. 10,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ഒരു നോർമൽ റിയൽമി ഡിസൈനിൽ നിന്ന് മാറി ഒരു കുറച്ചും കൂടി ആ ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു വെറൈറ്റി ലുക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. മിക്കവാറും ഇനിയുള്ള ഫോണൊക്കെ തന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേണിലായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. കാണാൻ നല്ല രസം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് ഇതിൻ്റെ വരുന്നത്. 192 ഗ്രാം വെയിറ്റും 7.4 തിക്നെസ്സും വരുന്നുണ്ട്. IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല തരക്കേടില്ലാത്ത നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. എപ്പോഴും ഉണ്ടാകുന്ന സർക്കിൾ ക്യാമറ മൊഡ്യൂളിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. കൊള്ളാം, ഡിസൈൻ വൈസ് കൊള്ളാം. ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ 6.67 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ബട്ട് 120 Hz ഹൈ റിഫ്രഷ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. 625 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഫുൾ HD കാര്യങ്ങളൊന്നും വരുന്നില്ല, ബട്ട് ഇവിടെ ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ ഫുൾ HD ഇല്ല എന്നുള്ളൊരു പോരായ്മ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത്. വേറെയും ഒരുപാട് ഫോൺസ് നമുക്ക് ഫുൾ HD ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് അത്രക്കൊരു പെർഫെക്റ്റ് അല്ല, ബട്ട് പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ഓക്കെ ആയിട്ടുള്ള ഡിസ്പ്ലേ, ഒരു ആവറേജ് ഡിസ്പ്ലേ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ പറയുകയാണെങ്കിൽ 32 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നീട് സെക്കൻഡറി ആയിട്ട് ഒരു ഓക്സിലറി ലെൻസാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 MB സെൽഫി ക്യാമറ ആണ്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത്. ക്യാമറ ഒക്കെ തന്നെ ഈ ഒരു റേഞ്ചിൽ ഒരു ആവശ്യമുള്ള ഒരു നോർമൽ ക്യാമറ, അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നോർമൽ ആയിട്ടുള്ള ക്യാമറ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസിൽ എല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ്. ഇനി പെർഫോമൻസ്, MediaTekൻ്റെ Dimensity 6300 എന്ന പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ആക്റ്റീവ് സ്കോർ എന്ന് പറയുന്നത് 4,14,000 ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസിൽ കിട്ടുന്നതായിരിക്കും. ദെൻ Android 14 ആയിട്ടാണ് വരുന്നത്. ബേസ്ഡ് ഓൺ Realme UI 5.0 ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ബഗ്ഗും ബ്ലോട്ട് വൈസും ഒക്കെ തന്നെയുള്ള UI തന്നെയാണ്. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. അതവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരുപാട് ഫോൺസിൽ ചാർജർ ഇപ്പോൾ ഒഴിവാക്കി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട് ബോക്സിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ്. അപ്പം ഓവറോൾഡ് പറയുകയാണെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റു ഫോൺസൊക്കെ പോലെ തന്നെ ആ ഒരു സെയിം സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരുന്ന ഒരു റിയൽമി ഫോൺ, അല്ലാതെ ഒരു ഗംഭീരമായുള്ള കാര്യങ്ങളൊന്നും തന്നെ എടുത്ത് പറയാനില്ല. ഒരു നോർമൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺസൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതും കൂടി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അത്രേ പറയാനുള്ളൂ. വേറെ ഹൈലൈറ്റ് ആയിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ഒരു നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോശം ഫോണല്ല. ബാക്കിയുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ആ റേഞ്ച് സ്പെസിഫിക്കേഷൻ തന്നെ ഇതിലും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് കൂടെ കൺസിഡർ ചെയ്യാം. സോ അത്യാവശ്യം നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ഇന്നത്തെ പോലെ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.